യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ. സൺഡേ ആയിട്ട് രാവിലെ തന്നെ പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പുട്ട് ഭയങ്കര തള്ളാന്നുള്ള ആ ഡയലോഗ് കൊണ്ട് തന്നെ എല്ലാവരും ഈ പുട്ട് എന്നുള്ള സംഭവത്തിനെ വെറുത്തിരിക്കുകയാണ്. ഇവിടെ പൊതുവെ രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ എല്ലാ പണികളും തീർക്കാറുള്ളൂ. പിന്നെ രാവിലത്തെ ഏറ്റവും വലിയ പണിയാണ് എനിക്ക് ഈ ബെഡ്റൂം ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഫുൾ അലമ്പായിട്ടുണ്ടാവും. ആ അലമ്പായതൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് പിന്നെ റൂം കാണുമ്പോഴുള്ള ഒരു നീറ്റ്നെസ് ഇല്ലേ, അത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ഓരോരോ പണികളും തീർത്തു തുടങ്ങി. രാവിലെ തന്നെ ഞാൻ വേഗം ഉച്ചയ്ക്കുള്ള ഫുഡും നേരത്തെ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം ഇപ്പം ഞാൻ മാത്രമേ എല്ലാം ചെയ്യാനുള്ളൂ. പെട്ടെന്ന് തന്നെ എല്ലാം എടുത്ത് തീർക്കണം. ആദ്യമെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ക്രബും മാസ്കൊക്കെ ഇടാറുണ്ടായിരുന്നു. നമ്മുടെ സ്കിൻ കെയർ ഒരു ബേസിക്കായിട്ട് ഡെയിലി ഒന്നും ചെയ്യില്ലെങ്കിലും ഞാൻ ചെറിയ സ്റ്റെപ്പൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഒന്നിനും സമയം കിട്ടാറില്ല. അങ്ങനെ ഞാൻ കുറേ നാളിന് ശേഷമാണ് ഇന്നൊന്ന് സ്ക്രബ് ചെയ്ത് ഒരു ഫേസ് മാസ്കൊക്കെ ഇട്ട്. കുറേ നാളായി സ്കിന്ന് ശ്രദ്ധിക്കാത്തത് കൊണ്ട് നല്ല ഡാമേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കി, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കസ്തൂരി മഞ്ഞളെല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ ഇട്ടിട്ട് ഒരു പാക്ക് ഉണ്ടാക്കി. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഫുഡും കൂടി പ്രിപ്പയർ ചെയ്യാൻ വെച്ചു. അപ്പോൾ അതൊക്കെ ഉണങ്ങുമ്പോഴത്തേന് നമുക്ക് ഫുഡും കൂടി ആവുമല്ലോ. അങ്ങനെ ഇന്നത്തെ ലഞ്ചിന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു, ദമ്മിട്ട ബീഫ് ബിരിയാണി. പിന്നെ ഇവിടുത്തെ പ്രത്യേകത, ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാറ്. എപ്പോഴും ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കൽ കുറവാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ റാഫി പണിക്ക് പോകുന്നത് കൊണ്ട് റാഫി മാത്രമേ ഇടയ്ക്ക് മിസ്സാവാറുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചേ കഴിക്കാറുള്ളൂ. അത് ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം ആ സമയത്ത് നമ്മൾ എപ്പോഴും സംസാരിച്ച് കുറേ നേരം ഇരുന്ന് അങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര രസമാണ്. ബിരിയാണിയെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആകെ ദമ്മായി. അപ്പോൾ ഒരു ഫിസും കൂടി കുടിച്ചു. ഇനി ഞങ്ങളുടെ റെസ്റ്റിംഗ് ടൈമാണ്. ആ ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്യാണ്ടായിരുന്നു. ഞാൻ ആലുവിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് മുഖത്ത് നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അതും ശരീരത്തും മുഖത്തും ഒന്നാകെയായി. അപ്പോൾ ഞങ്ങളത് കലാമി ലോഷനെല്ലാം വാങ്ങിയിട്ട് അത് തേച്ച് കൊടുത്തു. അപ്പം തന്നെ അത് റെഡി ആയിട്ടോ. ഇതെങ്ങനെയാണ് വന്നതെന്ന് ഒരു പിടുത്തവുമില്ല. രാത്രിയായപ്പോൾ പിന്നെ ഞങ്ങളുള്ള ബിരിയാണി ചൂടാക്കിയിട്ട് അതന്നെയാണ് കഴിച്ചത്. ഇപ്പോൾ ചെറുതായിട്ട് ഞങ്ങളുടെ ഭക്ഷണ സമയം മാറിയിട്ടുണ്ട്. രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കും. പിന്നെ ചോറ് ഐറ്റംസ് ഒന്നും കഴിക്കില്ലായിരുന്നു. ഞങ്ങൾ റാഗിയോ സ്മൂത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഇപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ റാഗി സ്മൂത്തീൻ്റെ ഒക്കെ ഒരു റെസിപ്പി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ സൺഡേ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം.